What is the sum of consecutive natural number from 11 to 40? 11 മുതൽ 40 വരെയുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണ്? What is the sum of consecutive natural numbers from 11 to 40? കുട്ടികൾക്ക് അവർ ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഞാൻ പിന്നീട് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. What is the sum of consecutive natural numbers from 11 to 40? എന്താണ് ഞാൻ ഉദ്ദേശിച്ചത്? ഉദ്ദേശിച്ച മാത്രം 11, 11, 12, 13 അങ്ങനെ സംഖ്യകൾ 40 വരെ എഴുതി കൂട്ടിയാൽ എത്രയാണെന്നാണ്. കുട്ടികൾ ആരെങ്കിലും അതിന്റെ ആൻസർ ടൈപ്പ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ശരി, എത്രയാണ് അവർ ടൈപ്പ് ചെയ്തത്? 765 എന്നത് റൈറ്റ് ആൻസർ ആണ്. കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗമാണ് പറയുന്നത്. ഒരു എളുപ്പമാർഗം ഇതാണ്. ആദ്യ സംഖ്യയായ 11 അവസാനത്തെ സംഖ്യയായ 40 തമ്മിൽ കൂട്ടുക. 11 + 40 = 51. അടുത്ത നമ്മുടെ പരിഗണന 11 മുതൽ 40 വരെ എത്ര സംഖ്യകൾ ഉണ്ട് എന്ന് നോക്കലാണ്. 11 മുതൽ 40 വരെ നിങ്ങൾക്ക് 30 എണ്ണൽ സംഖ്യകളാണുള്ളത്. അപ്പൊ നിങ്ങൾ ചോദിക്കും 40 11 കുറയ്ക്കേണ്ടത്? 40 11 കുറയ്ക്കേണ്ടത്, 40 നിന്ന് 10 കുറയ്ക്കേണ്ടത്. അപ്പോഴാണ് 30 കിട്ടുക. 10 കുറച്ചാലാണ് 11 അവിടെ ഉൾപ്പെടുകയുള്ളൂ. ഇനി 11 കുറച്ചിട്ട് 1 കൂട്ടിയാലും മതി. രണ്ടും ചെയ്യാം. അതിൽ നല്ല തലേ ദിവസത്തെ ആളാണ് കുറച്ച് കഴിയാം. അപ്പോൾ 11 മുതൽ 40 വരെ 30 സംഖ്യകളാണ്. ആ 30 സംഖ്യകളുടെ പകുതി എടുക്കുക. ഇൻറ്റു 51. 51 എന്ന് പറഞ്ഞാൽ ആദ്യ സംഖ്യ അവസാന സംഖ്യ തമ്മിൽ കൂട്ടിയത്. കഴിഞ്ഞു. 30ന്റെ പകുതി 15 ആണെന്ന് നിങ്ങൾക്കറിയാം. 15നെ 51 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നിങ്ങൾക്കറിയാം 765 ആണ്. മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്. ഇത് മനസ്സിലായവർക്ക് യെസ് എന്ന് ഉറക്കെ വിളിച്ച് പറയാം. മനസ്സിലാകാത്തവർക്ക് മാത്രം നോ എന്ന് പറയാം. മനസ്സിലായവർ വിളിച്ചു പറയണ്ട. മനസ്സിലാകാത്തവർക്ക് നോ എന്ന് പറയാം. അപ്പൊ മുഹമ്മദ് റഷാൻ കുറെ നോ വന്നിട്ടുണ്ട്. എന്തായാലും ഇവര് ഈ യൂട്യൂബിൽ ഈ ക്ലാസ് വരുമ്പോ ഒന്ന് കാണട്ടെ. എന്നിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ നേരിട്ട് നിങ്ങൾ എന്നെ വിളിക്കുക. കാരണം സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, സം ഓഫ് ഓഡ് നമ്പേഴ്സ്, സം ഓഫ് ഈവൺ നമ്പേഴ്സ് എന്ന ഭാഗത്തിൽ നിന്ന് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും. അത് ഉറപ്പാണ്. ഒന്നുകൂടി ഞാൻ പറയാം. ഇവിടെ ആദ്യത്തെ സംഖ്യ 11 ആണ്. അവസാനത്തെ സംഖ്യ 40 ആണ്. 11 + 40 = 51 എന്നാണ് നിങ്ങൾക്കറിയാം. ആ 51 അവിടെ വെച്ചു. പിന്നീട് നിങ്ങൾ 11 മുതൽ 40 വരെ എത്ര സംഖ്യകളുണ്ട് നോക്കുന്നു. ആ സംഖ്യ കൃത്യ എണ്ണം കിട്ടണമെങ്കിൽ 40-ൽ നിന്ന് 10 മൈനസ് ചെയ്തു. 40-ൽ നിന്ന് 10 മൈനസ് ചെയ്താൽ 30 കിട്ടുന്നു. 30ന്റെ പകുതി എടുക്കുന്നു 15. 15നെ 51 കൊണ്ട് ഗുണിക്കുന്നു, 765 കിട്ടുന്നു. ഇപ്പം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത രണ്ടാമത്തെ ചോദ്യം, അതും നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. What is the sum of Ramanuja number and Kaprekar number? അവിടെ കാപ്രേക്കർ നമ്പർ എന്ന് എഴുതിയ തെറ്റിപ്പോയിട്ടുണ്ട്. രാമാനുജ നമ്പർ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കാപ്രേക്കർ നമ്പറിന്റെ സ്പെല്ലിംഗ് ഇവിടെ കൊടുത്ത അങ്ങനെയില്ല. വാട്ട് ഈസ് ദ സം ഓഫ് രാമാനുജ നമ്പർ ആൻഡ്
കാപ്രേക്കർ നമ്പർ? ആ ചോദ്യം എന്ന് വായിച്ച മുഹമ്മദ് റഷീദ്. What is the sum of Ramanujan number and Kapraekar number? രാമാനുജൻ നമ്പറിന്റെയും കാപ്രേക്കർ നമ്പറിന്റെയും തുക എത്ര എന്നാണെന്നാണ്. ഇത് പഠിച്ചു വെക്കണം, കാപ്രേക്കർ നമ്പറും രാമാനുജൻ നമ്പറും. കാരണം എല്ലാ USSന് വരാൻ സാധ്യതയുള്ളതാണ്. കുട്ടികൾക്ക് കമന്റ് ചെയ്യാം, രാമാനുജൻ നമ്പറിന്റെയും കാപ്രേക്കർ നമ്പറിന്റെയും തുക എന്താണ്? കുട്ടികൾ കമന്റ് ചെയ്തോ, എത്രയാണ് ആൻസർ? സാറേ 7903. 7903. രാമാനുജൻ നമ്പർ 1729 ആണ്. 1729. 6174 ആണ് കാപ്രേക്കർ നമ്പർ. ഈ രണ്ട് നമ്പറിനുണ്ട് ഒരുപാട് പ്രത്യേകതകൾ. അത് ഞാൻ ക്ലാസ്സിൽ വരുമ്പോൾ നേരിട്ട് പറഞ്ഞു തരാം. ഇതെന്തായാലും പഠിച്ചു വെക്കണം. 1729 6174 ഇത് തമ്മിൽ കൂട്ടിയാൽ എത്രയാണ് മുഹമ്മദ് റഷീദ്? 7903. 7903 ആണ്. ഇത് സമ്മായിട്ട് ചോദിക്കും, ഡിഫറൻസ് ആയിട്ട് ചോദിക്കും. കാപ്രേക്കർ നമ്പറും രാമാനുജൻ നമ്പറും തമ്മിൽ കൂട്ടിയാൽ എത്ര? അപ്പൊ ഇത് രണ്ടും ഒരു നോട്ട് ബുക്കിൽ എഴുതി വെക്കണം, കാപ്രേക്കർ നമ്പറും രാമാനുജൻ നമ്പറും. ഇനി അടുത്തത് ചോദ്യം ശ്രദ്ധിക്കുക. അടുത്ത മൂന്നാമത്തെ ചോദ്യമാണ്. നോട്ട് ചെയ്തോളൂ, നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചതായിരിക്കും. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. What is the sum of largest and smallest 4-digit number without repeating the digits? മുഹമ്മദ് ഇർഷാൻ, ആ ചോദ്യം എന്ന് വെച്ചേ. Okay, sir. What is the sum of the largest and smallest 4-digit number without repeating the digits? അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതാൻ കഴിയുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യയും അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയും തമ്മിൽ കൂട്ടിയാൽ എത്ര? കുട്ടികൾ കമന്റ് ചെയ്യുന്നുണ്ടോ? സാർ അവര് നമ്പേഴ്സ് ആണ് കമന്റ് ചെയ്യുന്നത്. ആ നമ്പേഴ്സ് കൗണ്ട് ചെയ്ത് തരണ്ടേ അവര്? സാർ ഏറ്റവും ലാർജസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പർ ആണ് സമ്മ് ഒരു കൂട്ടി വിട്ടുണ്ട് 10899. അത് കറക്റ്റ് ആണ്. 10899 ആ കുട്ടിയെ നമുക്കൊന്ന് വിളിക്കാം. ആരാണ് 10899 കമന്റ് ചെയ്തത്? ആകാശ്. പേര് പറയും. ആകാശ്. ആകാശ്. ആകാശ് ഏത് സ്കൂളാണ്? CNNBHS ചെർപ്പ്. ചേർപ്പിലെ ആകാശാണ്. തൃശ്ശൂർ ജില്ലയിലെ ചേർപ്പ് സ്കൂളിലെ ആകാശാണ് കമന്റ് ചെയ്തിരിക്കുന്നത്. ആകാശ് 10899 ആകാശിനെ പോലെ തന്നെ ടൈപ്പ് ചെയ്ത് ഒരുപാട് കുട്ടികൾ ഇതിലുണ്ട്. ആട്ടെ, ആകാശിന് എങ്ങനെയാണ് ഇത് കിട്ടിയത്? കൂട്ടിക്കാതെ എഴുതാൻ കഴിയുന്ന ഏറ്റവും വലിയ ആ 4 അക്ക സംഖ്യ ഏതാണ്? 9876. 9876. അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏതാണ്? 1023. 1023. അതെന്താ 1234 അല്ലേ? അല്ല. അല്ല, കാരണം 0 ഈസ് എ ഡിജിറ്റ്. ആകാശ്, നമുക്ക് എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 9. 9 അല്ല, 10 ഡിജിറ്റ്സ് ഉണ്ട്. 0 ഈസ് എ ഡിജിറ്റ്. ആകാശ്, നമുക്ക് എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 10. 10 digits. 0 to 9 we have 10 digits. അങ്ങനെ the base of numbers are digits. എല്ലാ നമ്പേഴ്സിന്റെയും അടിസ്ഥാനം ഡിജിറ്റ്സ് ആണ്. അതിൽ ഏറ്റവും ചെറിയ ഡിജിറ്റ് 0 ഏറ്റവും വലിയ ഡിജിറ്റ് 9 ആണ്.
ഒരക്ക സംഖ്യ, ഒരക്കങ്ങളാണ് ഡിജിറ്റ്സ്. ആകാശ് 9, 8, 7, 6 എന്ന സംഖ്യ, ആ സംഖ്യയുടെ സം ഓഫ് ഡിജിറ്റ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ പരീക്ഷകൾക്ക് സം ഓഫ് ഡിജിറ്റ്സ് എന്നുള്ള പദങ്ങളൊക്കെ കാണാം. സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ അക്കങ്ങളുടെ തുക എന്നാണ് അർത്ഥം. 9, 8, 7, 6 എന്ന സംഖ്യയുടെ അക്കങ്ങളുടെ തുക 9, 8, 17, 7, 24, 6, 30 അല്ലേ മുഹമ്മദ് റഷാൻ? Yes, sir. അപ്പം അക്കങ്ങളുടെ തുക അല്ലെങ്കിൽ സം ഓഫ് ഡിജിറ്റ്സ് 30. വേറെ ചിലപ്പം ചില പദങ്ങൾ കൂടി നിങ്ങൾ കാണും. ഡിജിറ്റൽ റൂട്ട് അല്ലെങ്കിൽ ഡിജിറ്റ് സം എന്നൊക്കെ പറയുന്ന സാധനം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡിജിറ്റൽ റൂട്ട് ഈ 30യെ വീണ്ടും 0ഉം 3ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഡിജിറ്റൽ റൂട്ട് 3. ഇനി 1023ന്റെ സം ഓഫ് ഡിജിറ്റ്സ് എത്രയാന്ന് ചോദിച്ചാൽ 3, 2, 5, 1, 6. അതിന്റെ ഡിജിറ്റൽ റൂട്ടും നിങ്ങൾക്ക് 6 തന്നെയാണ്. അപ്പൊ സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യ ആദ്യത്തെ തവണ കൂട്ടി ലഭിക്കുന്നതാണ് സം ഓഫ് ഡിജിറ്റ്സ്. ഇപ്പോൾ 9, 8, 17, 74, 2, 26, 27 ഇത് കിട്ടുന്നതെങ്കിൽ 27 കിട്ടുന്നതെങ്കിൽ അത് സം ഓഫ് ഡിജിറ്റ്സ് ആണ്. പക്ഷേ 27ലെ 7ഉം 2ഉം വീണ്ടും കൂട്ടിയാൽ കിട്ടുന്നത് ഡിജിറ്റൽ റൂട്ടുമാണ് അല്ലെങ്കിൽ ഡിജിറ്റ് സം ആണ് 9. ഇത് ചില പദങ്ങൾ വരാറുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ മുമ്പ് ഒരു പരീക്ഷയ്ക്ക് സ്ക്വയറുമായിട്ട് ബന്ധപ്പെട്ട് ഡിജിറ്റൽ റൂട്ടും ഡിജിറ്റ് സം ഒക്കെ കാണാൻ പറഞ്ഞു. അത് നമുക്ക് സ്ക്വയർ നമ്പർ എടുക്കുന്ന സമയത്ത് നോക്കാം. അപ്പം ഈ ആൻസർ ശരിയാണ്. ഈ ആൻസർ ശരിയായ ഒരുപാട് കുട്ടികൾ ഇതിലുണ്ട്. ആ കുട്ടികൾക്കെല്ലാം ആ ആൻസർ ശരിയായ സന്തോഷം അറിയിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. എത്രാമത്തെ ചോദ്യമാണ്? 4. അടുത്ത ചോദ്യം എത്രാമത്താണ്? 4ാമത്തെ ചോദ്യം. 5 ചോദ്യമാണ് ഞാൻ തരാന്ന് പറഞ്ഞത്. 4ാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മളിപ്പോൾ കടക്കുന്നത്. 4ാമത്തെ ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചോളൂ. മൈക്ക് മ്യൂട്ട് ചെയ്യുക. മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഞാൻ പ്രവേശനം തരുന്നുണ്ട്. മൈക്ക് അബദ്ധത്തിലാണ് ഓൺ ചെയ്ത് പിടിക്കാതെ. നിങ്ങളുടെ മുന്നിലുള്ള ഫോണിലെ മൈക്ക് ഓഫ് ആണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തും. ഒരിക്കലും അത് ഓൺ ചെയ്യണ്ട, അത്യാവശ്യത്തിന് മാത്രം. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം ശ്രദ്ധിക്കുക. How many 2-digit numbers we have? ചോദ്യം ഒന്ന് വായിക്കും മുഹമ്മദ് റഷാൻ. How many 2-digit number we have? നമുക്ക് എത്ര 2-digit numbers ഉണ്ട്? 90 ശരി. കാരണം ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ 99. ഏറ്റവും വലിയ ഒരക്ക സംഖ്യ 9. 99ൽ നിന്ന് 9 മൈനസ് ചെയ്താൽ കിട്ടുന്ന 90 നമുക്ക് 90 രണ്ടക്ക സംഖ്യകളുണ്ട്. നിങ്ങൾ 1 മുതൽ 100 വരെ എഴുതി നോക്കൂ. അതിൽ നിന്ന് രണ്ടക്ക സംഖ്യകൾ എത്ര ഉണ്ട് നോക്കൂ. 9 വരെയുള്ള ഒരക്ക സംഖ്യ അങ്ങ് തട്ടിക്കളിയ. 100 വേണ്ടയില്ലല്ലോ. 100 3 അക്ക സംഖ്യ ആയിപ്പോയില്ലേ. നിങ്ങൾ അവസാനത്തെ ഏറ്റവും വലിയ ഈ രണ്ടക്ക സംഖ്യ 99 എന്തായാലും എടുക്കുന്നു. പിന്നെ ഒരക്ക സംഖ്യ 9 വരെ ഉണ്ട്, അതും എടുക്കുന്നു. അതങ്ങ് മൈനസ് ചെയ്താൽ കിട്ടുന്ന 90. നമുക്ക് 90 രണ്ടക്ക സംഖ്യകളുണ്ട്. ശരി, അതും ഉത്തരം പറഞ്ഞവരുണ്ട്. രണ്ടാമത്തെ അടുത്ത ലാസ്റ്റ് ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഒരു ചോദ്യം കൂടി തരാം, ശ്രദ്ധിക്കുക. How many 2-digit numbers without repeating the digits?
കുട്ടികൾക്ക് കമന്റ് ചെയ്യാം. ചോദ്യം ഒന്ന് വായിക്കുമോ ദർശൻ? How many 2-digit numbers are there without repeating the digits? കുട്ടികൾ എത്രയാണ് കമന്റ് ചെയ്യുന്നത്? Sir, 81. 81 കറക്റ്റ് ആണ്. കാരണം 90 രണ്ടക്ക സംഖ്യ ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ നിന്ന് 9 എണ്ണം റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ആ 9 എണ്ണം കുറച്ചാൽ കിട്ടുന്ന 81 വിത്തൗട്ട് റിപ്പീറ്റിംഗ്. 9 എണ്ണം റിപ്പീറ്റ് ചെയ്യുന്നത് 11, 22, 33, 44, 55, 66, 77, 88, 99. ഇതാണ് നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്നത്. ഇതങ്ങ് ഒഴിവാക്കണം. 1, 2, 3, 4, 5, 6, 7, 8, 9. 9 എണ്ണം നമ്മളങ്ങ് ഒഴിവാക്കും. അങ്ങനെ ഒഴിവാക്കിയാൽ 81 കിട്ടും. ശരി, ഇന്നത്തെ ചോദ്യം കഴിഞ്ഞു. ഈ ചോദ്യങ്ങളൊക്കെ മുൻ വർഷങ്ങളിൽ നിങ്ങൾ പഠിക്കേണ്ടതായിരുന്നു, പഠിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ മറ്റു കുറച്ച് നമ്പേഴ്സ് പരിചയപ്പെടുകയാണ്. പുതിയ കുറച്ച് കൂട്ടുകാരും കൂടിയും ജോയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്പേഴ്സ് ഒന്നുകൂടിയും പരിഗണിക്കുന്നത്. അതില് പ്രധാനമായിട്ടൊരു നമ്പറാണ്, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു നമ്പറാണ്. ഇത് നോട്ട് ചെയ്ത് വെക്കാം. ആ നമ്പറിന്റെ പേരാണ് പെർഫെക്റ്റ് നമ്പർ. പെർഫെക്റ്റ് നമ്പർ മലയാളം അനഘസംഖ്യ എന്നാണ്. അനഘസംഖ്യ ഒരു സംഖ്യയുടെ ഫാക്ടേഴ്സായിട്ട് ബന്ധപ്പെട്ടുള്ള 3 നമ്പേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. 6 എന്ന സംഖ്യയുടെ ഘടകങ്ങൾ ഫാക്ടേഴ്സ് 1, 2, 3, 6 ആണ്. ഒരു സംഖ്യയുടെ ഫാക്ടേഴ്സ് എഴുതുമ്പോൾ 1 എപ്പോഴും ആ സംഖ്യയുടെ ഒരു ഘടകമായിരിക്കും. ഒരു സംഖ്യ അതിൻ്റെ തന്നെ ഘടകമായിരിക്കും. അപ്പോൾ ഈ 6-ന് 4 ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. ഇതിൽ 6-നെ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 6 ആണ് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ അനഘസംഖ്യ എന്ന് വിശേഷിപ്പിക്കുന്നത്. അതായത് what is the sum of the factors of 6 except 6 എന്ന് ചോദിച്ചാൽ അത് 6 തന്നെയാണ്. ഇനി അടുത്ത അനഘസംഖ്യ 28 ആണ്. 28ന്റെ ഘടകങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ 1 എന്തായാലും ഒരു ഘടകമാണ്, അതേ സംഖ്യയും ഘടകമാണ്. 1 × 28 28 ആണ്. ഇവിടെ 2 28ന്റെ ഘടകമാണ്. എങ്കിൽ 2-നെ 14 കൊണ്ട് ഗുണിച്ചാൽ 28 ആണ്. 4 28ന്റെ ഘടകമാണ്. അതിനെ 7 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 28 ലഭിക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് 28ന്റെ ഘടകങ്ങൾ. ആ 28ന്റെ ഘടകങ്ങൾ 28നെ മാറ്റി നിർത്തിക്കൊണ്ട് ആ സംഖ്യകൾ ഒക്കെ നിങ്ങൾ ആഡ് ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് 28നെ കിട്ടുന്നു. 4 അനഘസംഖ്യയെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. പരീക്ഷക്കത് ചോദിക്കും. അടുത്തത് നിങ്ങൾ ടൈപ്പ് ചെയ്തതുപോലെ 496 ആണ്. 8128 ആണ് 4-മത്തത്. ഇവിടെയൊക്കെ ഉള്ള പ്രത്യേകത അനഘസംഖ്യ അവസാനിക്കുന്നത് 6-ലും 8-ലും ആയിരിക്കും. 6-ലും 8-ലാണ് അനഘസംഖ്യയുടെ എൻഡിങ് അല്ലെങ്കിൽ യൂണിറ്റ് പ്ലേസ്. അപ്പൊ പരീക്ഷയ്ക്ക് ഈ ചോദ്യം എങ്ങനെ വരും എന്ന് പറഞ്ഞാൽ, എങ്ങനെയായിരിക്കും മുഹമ്മദ് റഷാദ് പരീക്ഷയ്ക്ക് ഈ ചോദ്യം വരിക? What is the sum of the factors of any perfect number without that number? What is the sum of the factors of 496 except 496? What is the sum of the factors of 28 except 28? ഞാനൊരു ചോദ്യ പേപ്പറിൽ കഴിഞ്ഞ ദിവസം കണ്ടു. അത് കുറച്ചുകൂടി കടന്ന ചോദ്യമാണ്. നിങ്ങളുടെ ചോദ്യം എനിക്ക് ചോദിക്കാം, ഇപ്പോഴല്ല, കുറെ കഴിഞ്ഞിട്ട്. എന്നാലും അഡ്വാൻസ് ആയിട്ട് ആ ചോദ്യം പിടിച്ചോളൂ. എന്താണ് ചോദ്യം? 28ന്റെ റെസിപ്രോക്കൽ ഉൽക്രമം എന്ന് പറയും മലയാളത്തിൽ.
റെസിപ്രോക്കൽ 28ന്റെ ഘടകങ്ങളുടെയാണ്, 28ന്റെ ഫാക്ടേഴ്സിന്റെ, 28ന്റെ ഘടകങ്ങളുടെ റെസിപ്രോക്കൽസിന്റെ തുക സം എത്ര? ഇത് നല്ല ചോദ്യമാണ്. വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് 28? 28ന്റെ റെസിപ്രോക്കൽസ്, ഘടകങ്ങളുടെ റെസിപ്രോക്കൽസിന്റെ സം എത്രയാണ്? ഈ ചോദ്യം നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോളൂ, നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. 6 എന്ന സംഖ്യയുടെ റെസിപ്രോക്കലിന്റെ സം എത്രയാണ്? ഘടകങ്ങളുടെ, അതായത് ഇതൊക്കെയാണ് ഘടകങ്ങൾ 6ന്റെ ഫാക്ടേഴ്സിന്റെ റെസിപ്രോക്കൽസ്. ആ ഫാക്ടേഴ്സ് 1/1 ഉണ്ട്, അത് റെസിപ്രോക്കലാണ്. ഇവിടെ 2ന്റെ റെസിപ്രോക്കൽ 1/2 ആണ്. 3ന്റെ റെസിപ്രോക്കൽ 1/3 ആണ്. 6ന്റെ റെസിപ്രോക്കൽ 1/6 അപ്പം ഇതിന്റെയൊക്കെ ഉൽക്രമമാണ് ഈ എഴുതിയത്. അതിൽ 1/1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. 1നോട് 1/2 കൂട്ടുന്നു, പിന്നീട് 1/3 കൂട്ടുന്നു, 1/6 കൂട്ടിയാൽ എത്രയാണെന്നാണ് നിങ്ങളോട് ചോദ്യം. ആ ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, 2 ആയിരിക്കും. അത് ഓർത്തു വെച്ചോളൂ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ഒരു സ്വരത്തിലൊരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് സർ ആ 2 കിട്ടിയത് എന്നല്ലേ? നിങ്ങൾക്ക് ആ ചോദ്യമുണ്ടെങ്കിൽ ആ ചോദ്യം എന്നോട് ആവർത്തിച്ചോളൂ, എങ്ങനെയാണ് സർ ആ 2 കിട്ടുന്നത്? മുഹമ്മദ് റഷാൻ, ആ ചോദ്യം മുഹമ്മദ് റഷാൻ ഉണ്ടല്ലോ, എങ്ങനെയാണ് ആ 2 കിട്ടുന്നത് ഉണ്ടോ? ഉണ്ട്. മനസ്സിലായോ അത്? ഇല്ല. ശരി. 6 എന്ന സംഖ്യയുടെ ഘടകങ്ങളുടെ റെസിപ്രോക്കൽസിന്റെ സം എത്രയാണ് എന്ന് ചോദിച്ചാൽ 6 ഒരു പെർഫെക്റ്റ് നമ്പർ ആണ്, അതിന്റെ സം 2 ആയിരിക്കും. 28 എന്ന സംഖ്യയുടെ ഘടകങ്ങളുടെ റെസിപ്രോക്കൽസിന്റെ സം എത്രയാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ തുക 2 ആയിരിക്കും. 496 2 തന്നെയായിരിക്കും. 8000 തന്നെയായിരിക്കും. അപ്പൊ തൽക്കാലം 2 ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. പക്ഷേ നിങ്ങൾ പഠിക്കാതെ പോയൊരു കാര്യമുണ്ട്. 1 പ്ലസ് 1/2 പ്ലസ് 1/3 പ്ലസ് 1/6 കൂട്ടിയാൽ അത് എത്രയാണെന്ന് അറിയാത്ത കാര്യം. 1/3 1/6 കൂടി കൂട്ടിയാൽ എത്രയാണ് മുഹമ്മദ് റഷീദ്? 1/3 ഇതാ 1 1/2 1/3 1/6 കൂട്ടിയാൽ എത്രയാണ്? 2 ആയിരിക്കും. അതിനല്ലേ ഞാൻ പറഞ്ഞത്. അപ്പം നമുക്ക് അത് പിന്നീട് ചർച്ച ചെയ്യാം. കാരണം ഭിന്നസംഖ്യകൾ വരുന്ന സമയത്ത്, റെസിപ്രോക്കൽസിന്റെ കാര്യം എടുക്കുന്ന സമയത്ത് പിന്നീട് പറയാം. കാരണം പുതുതായിട്ട് ചേർന്ന കുട്ടികൾക്ക് ഇതെല്ലാം കൂടി കേട്ടിട്ടൊരു ബേജാറ് വേണ്ട. ശരി, അടുത്ത ചോദ്യം ഇതാണ്. പെർഫെക്റ്റ് നമ്പർ 4 പഠിച്ചു വെക്കുക. പെർഫെക്റ്റ് നമ്പറിന്റെ ചോദ്യം എങ്ങനെ വരും എന്ന് ഞാൻ പറഞ്ഞു. അടുത്തതാണ് പാലിൻഡ്രോമിക് നമ്പർ. മുമ്പ് പറഞ്ഞതാണ്, ഒരിക്കൽ കൂടി പറയുന്നത് പുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അതിന്റെ മലയാളം സമമിത സംഖ്യ എന്നാണ്. വേറൊരു പേരിൽ കൂടി അത് അറിയപ്പെടുന്നുണ്ട്, ഇരുവഴി സംഖ്യ. 2 വഴിക്കൂടും ഒരേ സംഖ്യ വായിക്കുന്നു. ഏതുപോലെ? 121 പോലെ. അങ്ങോട്ട് വായിച്ചാൽ ഇങ്ങോട്ട് വായിച്ചാൽ ഒന്നല്ലേ. അങ്ങനെയുള്ള ഒരു 4 അക്ക സംഖ്യ പറയൂ മുഹമ്മദ് റഷീദ്. 1221. 1221. 2 ഭാഗത്തേക്ക് ഒരേപോലെ വായിക്കാം. ഏതൊരു സംഖ്യയും നമുക്ക് സമമിത സംഖ്യയാക്കി മാറ്റാം കേട്ടോ. 71 ഇപ്പോൾ സമമിത സംഖ്യ അല്ല. 71ലെ സംഖ്യ തിരിച്ചെഴുതി കഴിഞ്ഞാൽ 17 അത് 2 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 88 ആണ്. അത് സമമിതമാണ്. ഒരു 3 അക്ക സംഖ്യ എടുത്തോളൂ നിങ്ങൾ, സമമിതമല്ല. തിരിച്ചിട്ടാൽ 321 കിട്ടുന്നു. അവ തമ്മിൽ കൂട്ടിയാൽ നിങ്ങൾക്ക് സമമിത സംഖ്യ കിട്ടും. അപ്പൊ ഏതൊരു സംഖ്യയും ചെയ്യാൻ പറ്റും. 6 സ്റ്റെപ്പ് കൊണ്ട് തീർക്കാൻ പറ്റും മിക്ക സംഖ്യകളും. പക്ഷെ ചില സംഖ്യകൾ ഒരുപാട് സ്റ്റെപ്പുകൾ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും.
ശരി, അടുത്ത പ്രശ്നത്തിലേക്ക് പോവുകയാണ്. അതില് നമ്പേഴ്സ് ഒക്കെ ഇടയ്ക്ക് നമുക്ക് പറയാം. ഇനി നമ്പേഴ്സിന്റെ കാര്യത്തിൽ പറയുമ്പോഴാണ് വളരെ പ്രധാനപ്പെട്ട ഒരു നമ്പർ USS നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 3 വഴിയിലൂടെ ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും. ഒരു വഴി ഇതാണ്, ചിത്രം വരച്ചുകൊണ്ടുള്ള ചോദ്യം. ആ ചിത്രം ഇങ്ങനെയായിപ്പോയി. ചിത്രം വരച്ചുകൊണ്ടുള്ള ചോദ്യം. ഒരു ട്രയാങ്കിൾ ആണ് വരച്ചത്. ആ ട്രയാങ്കിളിനെ ഞാൻ 2 പീസാക്കി മാറ്റുന്നു. എങ്ങനെ? ഇങ്ങനെ. ഇപ്പോൾ ഈ ചിത്രത്തിൽ എത്ര ട്രയാങ്കിൾ ഉണ്ട്? 3 3 1 2 1 + 2 = 3 ആണ്. കാരണം ഒരു ചെറുത് ഒന്നിച്ചുള്ളൊരു വലുത്. ഇനി വേറെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നു. അതിനെ ഞാൻ വീണ്ടും പീസാക്കിയാണ്. 1 2. ഇതിൽ എത്ര ട്രയാങ്കിൾ ഉണ്ട്? 6. അത് ഈ ചെറുതിനൊക്കെ നമ്പർ ഇട്ട് 1 2 3 എന്ന് നമ്പർ കൊടുക്കുക. ചെറുതിനൊക്കെ നമ്പർ കൊടുക്കുക 1 2 3. എന്നിട്ട് ഒരൊറ്റ കൂട്ടൽ 1 + 2 + 3 = 6 ആണ്. നിങ്ങൾ പ്രത്യേകം എണ്ണി നോക്കൂ. 3 ചെറുത് കിട്ടും, 1 2 ചേരും, 2 3 ചേരും, അങ്ങനെ ഒന്നിച്ച് ചേരും, അങ്ങനെ 6 കിട്ടുന്നു. ഈ 3ഉം ഈ കിട്ടിയ 6ഒക്കെ ട്രയാങ്കുലർ നമ്പറാണ്. അതെങ്ങനെ കിട്ടുന്നത് നോക്കിക്കോളൂ. നിങ്ങൾ നോട്ട് ബുക്കിന്റെ നടുവിലായിട്ട് 1 = 1 എന്ന് എഴുതുന്നു. 1 + 2 = 3 എന്ന് എഴുതുന്നു. 1 + 2 + 3 = 6 എന്ന് എഴുതുന്നു. 1 + 2 + 3 + 4 = 10 എന്ന് എഴുതുന്നു. ഇവിടെയൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത് തുടർച്ചയായ നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മാണ്. അത് 1 മുതൽ സ്റ്റാർട്ട് ചെയ്താണ്. ഈ നാച്ചുറൽ നമ്പേഴ്സിന്റെ സം നമ്മൾ ഈ ഒരു രീതിയിൽ എഴുതിയപ്പോൾ ഇതൊരു ത്രികോണത്തിന്റെ ഷേപ്പിലും വരുന്നു. ഇവിടെ 1 ത്രികോണ സംഖ്യയാണ്, 3 ട്രയാങ്കുലർ നമ്പറാണ്, 6 ട്രയാങ്കുലർ നമ്പറാണ്, 10 ട്രയാങ്കുലർ നമ്പറാണ്. 10ാമത്തെ ട്രയാങ്കുലർ നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ അത് 55 ആണ്. കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം 10നെ 11 കൊണ്ട് ഗുണിച്ചിട്ട് പകുതിയാക്കിയാൽ മതി. 10ന്റെ പകുതിയായ 5നെ 11 കൊണ്ട് ഗുണിച്ചാൽ മതി, അല്ലെങ്കിൽ 2 കൂടി ഗുണിച്ചിട്ട് 2 കൊണ്ട് ഹരിച്ചാൽ മതി. എന്തും ചെയ്യാം. അപ്പോ 55 ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? 1 മുതൽ 10 വരെ കൂട്ടിയാൽ എത്ര എന്നാണ്. 1 മുതൽ 10 വരെ കൂട്ടിയാൽ നമുക്ക് 55 ആണ്. അപ്പൊ പഠിച്ചു വെക്കണം ആദ്യത്തെ ട്രയാങ്കിൾ നമ്പർ കുറച്ചൊക്കെ. 1 3 6 10. പറഞ്ഞോളൂ അടുത്തത്. 15 21 28. മുഹമ്മദ് റഷാൻ മിണ്ടുന്നില്ല. 36 45 55. ഇതെല്ലാം തുടർച്ചയായ എണ്ണസംഖ്യയുടെ ഫലമാണ്. ആ കൂട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട വേറൊരു സംഭവമുണ്ട്. അത് ഓഡ് നമ്പേഴ്സിന്റെ സമ്മായിട്ട് ബന്ധപ്പെട്ടാണ്. അതും കൂടി അന്ന് കൂട്ടത്തിൽ വായിച്ചാൽ നല്ലതാണ്. ഇവർ തമ്മിൽ ചില കണക്ഷൻസും ഉണ്ട്, ശ്രദ്ധിക്കുക. അത് ഞാൻ വേറൊരു കളർ കൊണ്ട് എഴുതാം. 1 = 1. 1 + 3 തുടർച്ചയായ ഓഡ് നമ്പേഴ്സ് = 4. 1 + 3 + 5 = 9. നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്ക്വയർ നമ്പേഴ്സ്. സ്ക്വയർ നമ്പേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു നാച്ചുറൽ നമ്പറിനെ അതേ നാച്ചുറൽ നമ്പർ കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന സ്ക്വയർ നമ്പർ. അങ്ങനെയും അല്ല, ഇങ്ങനെയും കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞു. തുടർച്ചയായ ഓഡ് നമ്പേഴ്സ്, 1 മുതൽ തുടങ്ങുന്ന തുടർച്ചയായ ഓഡ് നമ്പേഴ്സിന്റെ സമ്മും ഒരു സ്ക്വയർ നമ്പറാണ്. 2നെ 2 കൊണ്ട് ഗുണിച്ചാൽ 2ന്റെ സ്ക്വയർ ആയ 4 ലഭിക്കുന്നു.
ഇവിടെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് 1 + 3 + 5 + 7 = 16 ആണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ സ്ക്വയർ നമ്പേഴ്സ് എഴുതുകയാണ് ട്രയാങ്കിൾ നമ്പറിനോട് ചേർത്തുകൊണ്ട്. 1, 4, 9, 16, 25, 36, 49, 64, 81, 100. ആദ്യത്തെ 10 ട്രയാങ്കിൾ നമ്പർ ഇവിടെ കാണാം. ആദ്യത്തെ 10 സ്ക്വയർ നമ്പർ ഇവിടെയും കാണാം. മുഹമ്മദ് റഷാൻ ആദ്യത്തെ 10 ട്രയാങ്കിൾ നമ്പർ ഒന്ന് വായിച്ചു. Okay. 1, 3, 6, 10, 15, 21, 28, 36, 45, 55. സ്ക്വയർ നമ്പറിന്റെ മലയാളം വർഗസംഖ്യ അല്ലെങ്കിൽ സമചതുര സംഖ്യ എന്നാണ്. ട്രയാങ്കിൾ നമ്പറിന്റെ മലയാളം ത്രികോണ സംഖ്യ എന്നുമാണ്. ആ വർഗസംഖ്യകൾ 10 വായിച്ചേ മുഹമ്മദ് റഷാൻ. 1, 4, 9, 16, 25, 36, 49, 64, 81, 100. 100. ഇനി ഞാൻ മൈക്ക് ഓൺ ചെയ്യുന്നു. കുട്ടികൾക്ക് മറുപടി പറയാനുള്ള അവസരം. ഈ ട്രയാങ്കിൾ നമ്പറും ഈ സ്ക്വയർ നമ്പറും തമ്മിലുള്ള ഏറ്റവും നല്ല ഒരു ബന്ധമുണ്ട്. ആ ബന്ധം എന്താണെന്ന് നിങ്ങൾക്ക് പറയാം. If we add two square numbers, we will add two square numbers, we get a square number. Very മനസ്സിലായി. The sum of two consecutive triangular number is a square number. The sum of two consecutive triangular number is a square number. The sum of two consecutive triangular number is a square number. രണ്ട് അടുത്തടുത്ത ത്രികോണ സംഖ്യകളുടെ തുക ഒരു വർഗസംഖ്യ ആയിരിക്കും. ഇനി നമുക്കൊരു പാറ്റേൺ എഴുതാം. ആ പാറ്റേൺ ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നിങ്ങൾ നോക്കിക്കോളൂ. എങ്ങനെയാണ് ഈ പാറ്റേൺ തയ്യാറാക്കുന്നത് ശ്രദ്ധിക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. ഇതിങ്ങനെ പോവുകയാണ്. ഇതൊരറ്റമില്ലാതെ ഇതേ ക്രമത്തിൽ പോവുകയാണ്. ഒരു കാര്യം നമുക്കറിയാം. ഒന്നാമത്തെ വരിയിൽ 1, രണ്ടാമത്തെ വരിയിൽ അവസാന സംഖ്യ 3, മൂന്നാമത്തെ വരിയിൽ അവസാന സംഖ്യ 6, നാലാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യ 10 എങ്കിൽ ഇതിലെ 10ാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യ ഏതാണ്? ഉത്തരം പറഞ്ഞത് ശരിയാണ്, 55ആണ്. അപ്പോൾ 10ാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, 55ആണ്, ശരിയാണ്. എങ്കിൽ 100ാമത്തെ വരിയിലെ 100th ലൈനിലെ അവസാനത്തെ സംഖ്യ ഏതായിരിക്കും? 5050. മുഹമ്മദ് റഷാൻ പറയാൻ പാടില്ലായിരുന്നു. കാരണം നമ്മുടെ കുട്ടികളോടാണ് ചോദിക്കുന്നത്. അവര് പറയട്ടെ. കോഹോസ്റ്റിന് അവസാനം പറയാം. 100ാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യ മക്കളെ എങ്ങനെയാണ് കണ്ടെത്തുക? അത് എങ്ങനെയാണ് കണ്ടെത്തുക? 100 into 101 divided by 2. 100 into 101/2. 100 into 101/2 ആണ്. ആരോ സ്ക്രീൻ ഷെയർ ഒക്കെ ചെയ്യുന്നുണ്ട്. അതാരാ നോക്കി ഓഫ് ചെയ്തേ? ആ വീഡിയോ ഒന്ന് ഓഫ് ചെയ്തേ. ആരാണ് വീഡിയോ ഓൺ ചെയ്ത് വെച്ചത്? മുഹമ്മദ് റഷാൻ.
ഹലോ, സാറേ ശംസീർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐഡിയ. അവനെ ഒന്ന് റിമൂവ് ചെയ്യട്ടെ. ശംസീർ വേറൊന്നും കളിക്കരുത്. മൈക്ക് മ്യൂട്ട് ചെയ്യുക. ഫോൺ കൊണ്ട് വേറൊന്നും കളിക്കരുത്. നിങ്ങൾ കളിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ശരി, 100-102 ചെയ്യാനുള്ള എളുപ്പമാർഗം 100ന്റെ പകുതി എടുക്കുക 50. 50നെ 101 കൊണ്ട് ഗുണിക്കുക. ഏതൊരു സംഖ്യ രണ്ടക്ക സംഖ്യയെ 101 കൊണ്ട് ഗുണിക്കാൻ ആ രണ്ടക്ക സംഖ്യ 2 പ്രാവശ്യം അങ്ങോട്ടങ്ങ് എഴുതിയാൽ മതി. അതാണ് അതിന്റെ എളുപ്പമാർഗം. ശരി, ഇത് ഇങ്ങനെയും വരാം. ഈ ചോദ്യം ഇങ്ങനെയും വന്നു. നിങ്ങൾക്കറിയാം, ഇങ്ങനെ നിങ്ങൾ അവസാനം കാണുന്നത് ത്രികോണ സംഖ്യ ആയതുകൊണ്ടാണ് നിങ്ങളത് പറഞ്ഞത്. ഞാൻ കുറച്ചുകൂടി കടന്ന് ഈ ചോദ്യം ചോദിക്കുകയാണ്. ഈ ചോദ്യത്തിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. ഈ ഒരു പാറ്റേൺ ഇങ്ങനെ തുടർന്നു പോയാൽ 19ാമത്തെ വരിയിലെയും 20ാമത്തെ വരിയിലെയും ലാസ്റ്റ് നമ്പേഴ്സിന്റെ സം എത്രയായിരിക്കും? വാട്ട് ഈസ് ദ സം ഓഫ് ദ ലാസ്റ്റ് ലൈൻ ഓഫ് 19 and 20? 19ാമത്തെ വരിയിലെയും 20ാമത്തെ വരിയിലെയും അവസാനത്തെ സംഖ്യകളുടെ തുക എത്രയായിരിക്കും? കുട്ടികൾക്ക് കമന്റ് ചെയ്യാം. സാറേ 400 വന്നിട്ടുണ്ട്. അത് തെറ്റാണെന്ന് അവരെ സന്തോഷ വാർത്ത അറിയിക്കണോ? വേണ്ട, അറിയിക്കണ്ട. അറിയിക്കുന്നത് നല്ലതാണ്. കാരണം 400 എന്നുള്ള ഉത്തരം പരിഗണിക്കാം നമുക്ക്. ഞാൻ വെറുതെ പറഞ്ഞ കുട്ടികൾ കമന്റ് ചെയ്യട്ടെ വിചാരിച്ചിട്ട് കേട്ടോ. കുറെ കുട്ടികൾ വിവിധോത്തരം വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. എല്ലാരും 400 ടൈപ്പ് ചെയ്യുന്നേരം അതൊരു സുഖമില്ലാതെ വിചാരിച്ചിട്ടാണ്. ശരിയായ ഉത്തരാണ്. ഞാനൊന്ന് മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്, കുട്ടികളൊന്ന് കേട്ടോളൂ. അതായത് ഇത്തരം ചോദ്യം വന്നു കഴിഞ്ഞാൽ മക്കളെ, ഇവിടെ നിങ്ങൾക്ക് 3ാമത്തെ വരിയിലെയും 4ാമത്തെ വരിയിലെയും അവസാനത്തെ സംഖ്യയുടെ തുക എന്ന് ചോദിച്ചാൽ 3ാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യ 6ഉം 4ാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യ 10ഉം ആണെങ്കിൽ ഇവ കൂട്ടിയാൽ 16 ആണെന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെ വരുമ്പോൾ 4ാമത്തെ വരി എന്ന് ചോദിച്ചാൽ 4ന്റെ സ്ക്വയറും 16 ആണല്ലോ. 4ന്റെ സ്ക്വയറും 16 ആണ്. ഇനി 4ാമത്തെ വരിയിലെയും 5ാമത്തെ വരിയിലെയും അവസാനത്തെ സംഖ്യകളുടെ തുക ചോദിച്ചാൽ 10 + 15 25 ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതിന് നിങ്ങൾക്കുള്ള മാർഗം എന്താ? 5ാമത്തെ വരിയെ 5നെ 5 കൊണ്ടങ്ങ് ഗുണിച്ചു കഴിഞ്ഞാൽ മതി. അതേ പ്രശ്നം തന്നെയാണ് നിങ്ങളിവിടെ ചെയ്തിട്ട് 400 കിട്ടിയെന്ന് എനിക്കറിയാം. 20നെ 20 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന 400 ആയിരിക്കും ഇതിന്റെ ആൻസർ ശരിയാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ആ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതാ ചോദ്യം വരുന്നു. ഹോംവർക്കാണ്. ചോദ്യം ഞാൻ പറയുകയാണ്, ഷോർട്ടായിട്ട് ഇവിടെ എഴുതി തരാൻ വേണമെങ്കിൽ. ചോദ്യം ഇതാണ്. ചോദ്യം ശരിക്ക് കേട്ടോളൂ. ഒരു ഫുട്ബോൾ ടീമിലെ 11 കളിക്കാർ പരസ്പരം ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താൽ, ഹസ്തദാനം ചെയ്താൽ ആ ഹസ്തദാനങ്ങളുടെ എണ്ണം എത്രയായിരിക്കും? ഇപ്പൊ വേണ്ട, യൂട്യൂബിൽ ഈ ക്ലാസ് ഇപ്പൊ അപ്ലോഡ് ചെയ്ത് കയറ്റും. 4ാമത്തെയോ 5ാമത്തെ എപ്പിസോഡായിട്ട് വരും. നേരത്തെ കുട്ടി പറഞ്ഞു 4ാമത്തെ വന്നിട്ടില്ല എന്നൊക്കെ. ഇപ്പൊ ആരും ആൻസർ ടൈപ്പ് ചെയ്യണ്ട. ഒന്നുകൂടി ചോദ്യം ആവർത്തിക്കുന്നു. ഒരു ഫുട്ബോൾ ടീമിലെ 11 കളിക്കാർ പരസ്പരം ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താൽ അവിടെയുള്ള ഷെയ്ക്ക് ഹാൻഡ് ഹസ്തദാനങ്ങളുടെ എണ്ണം എത്രയാണ്? ഇതാണ് ഇന്നത്തെ ചോദ്യം. ആ ചോദ്യത്തിനാണ് നിങ്ങൾ യൂട്യൂബിലൂടെ കമന്റ് ചെയ്യേണ്ടത്.